ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ഞാൻ സ്നേഹവന്ദനമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളതാണ്. ഈ ദിവസത്തിലെ നിങ്ങളോട് ഞാൻ പകരേൽക്കുന്ന വേദവചനം യേശയ്യാവിൻ്റെ പുസ്തകം 52 അധ്യായം 1 വചനം. ഉയരു ഉയരു സിയോനെ, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. വിശുദ്ധ നഗരമായ യെരുശലേമേ, നിന്റെ അലങ്കാര വസ്ത്രങ്ങൾ അണിയുക. ഇനിമേൽ ആഗ്രഹചർമ്മിയും അശുദ്ധനും നിനക്കുള്ളിൽ വരില്ല. ഈ വചനത്തിലെ നാം ഈ ദിവസം നോക്കിയിരിക്കുന്നത്, നമ്മളെല്ലാവരെയും ദൈവം ഇസ്രായേലിൻ്റെ മക്കളായിട്ട്, അവരുടെ സ്വന്തം ജനമായിട്ട് ഈ വചനം പറയുന്നത്. ആ കാലത്തിലെ ഇസ്രായേലിൻ്റെ മക്കൾക്ക് ഈ വചനം പറഞ്ഞാലും ഈ കാലത്തിലും ഈ വചനം നമുക്ക് ഒരു സെയിമായിട്ട് ഇരിക്കുന്നത്. ആത്മാവിൻ്റെ പ്രകാരമായിട്ട് നാം നോക്കുമ്പോൾ ഈ കാലത്തിൽ നാമും സിയോനായിട്ട് ഇരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുവരെയും ദൈവത്തിൻ്റെ അവർ സ്വന്തം രക്തം കൊണ്ട് നമ്മളെ വിശുദ്ധിപ്പെടുത്തി നമ്മളെ പുത്രനായിട്ടും പുത്രിയായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത്. സിയോനെ, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. നമ്മുടെ ബലം പരിശുദ്ധ ആത്മാവിൻ്റെ ബലം. വിശുദ്ധ നഗരമായ യെരുശലേമേ, നാം എല്ലാവരും ഈ ആത്മീകമായിട്ടുള്ള യെരുശലേമായിട്ട് ഇരിക്കുന്നത്. അതുമാത്രമല്ല, നിന്റെ അലങ്കാര വസ്ത്രങ്ങളെ അണിയുക. നമ്മുടെ അലങ്കാര വസ്ത്രം വേദവചനം പറയുന്നത് മാംസരികമായിട്ട് നോക്കുന്ന മേക്കപ്പ് അല്ല, ഫിസിക്കലായിട്ട് മേക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങളല്ല, അലങ്കാര വസ്ത്രങ്ങൾ. നമ്മുടെ അലങ്കാര വസ്ത്രം ആ ഗലാത്യർക്ക് എഴുതുന്ന പുസ്തകത്തിലെ 5 അധ്യായത്തിലെ ആ ആത്മാവിൻ്റെ പഴങ്ങൾ നമുക്ക് ഇരിക്കുന്നത്. അതുവേ നമുക്ക് അലങ്കാര വസ്ത്രം. ആത്മീകമായിട്ടുള്ള സ്വഭാവങ്ങൾ, സ്നേഹം, വിശ്വാസം, അതുപോലെ ഒരു ലിസ്റ്റായിട്ട് ഈ ഗലാത്യറിൻ്റെ പുസ്തകത്തിൽ ഇരിക്കുന്നത്. അത് മാത്രമല്ല, നാം അങ്ങനെ അതുപോലെ ജീവിക്കുമ്പോൾ ഇനിമേൽ ആഗ്രഹചർമ്മിയും അശുദ്ധൻ എന്നുള്ള ഒരു വാക്ക് ഈ മലയാളത്തിൽ നാം നോക്കുന്നത്. അതിൻ്റെ അർത്ഥം ശത്രു, സാത്താൻ. നമ്മുടെ എതിരായിട്ടിരിക്കുന്നത് പിശാച്. ആ സാത്താൻ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വാതിൽ വരാതിരിക്കണമെങ്കിൽ നാം എന്നെ ചെയ്യണം? ഈ സ്വഭാവത്തോടെ നാം ജീവിക്കണം. നമ്മുടെ സ്വഭാവം വിശുദ്ധ നഗരമായ യെരുശലേം. നാം എല്ലാവരും ദൈവത്തിൻ്റെ രക്തത്താൽ വിശുദ്ധിയായിരിക്കണം. ഈ വാക്ക് കേൾക്കുന്ന എൻ്റെ പ്രിയ ജനമേ, ഈ ദിവസത്തിലെ നാം ഒരു തീരുമാനമെടുക്കാം. ദൈവം കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരെയും അവരുടെ സ്വന്തം രക്തത്താൽ, കൽവരി ക്രൂശിൻ്റെ രക്തത്താൽ നമ്മളെല്ലാവരെയും വിശുദ്ധിപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലത്തിൽ നമുക്ക് പാർഷ്യാലിറ്റി അല്ല, ദൈവം നമ്മളെ പാർഷ്യാലിറ്റി ആയിട്ട് നോക്കുന്നതല്ല. ദൈവത്തിൻ്റെ കൺമുൻപിൽ നാം എല്ലാവരും ഒന്നായിട്ട് ഇരിക്കുന്നത്. ഈ വീഡിയോവെ നോക്കുന്നവരും ഈ മെസ്സേജ് കേൾക്കുന്ന ഒവ്വൊരു പ്രിയ മക്കൾക്കും ഈ വചനം കർത്താവ് നമ്മോട് പറയരുത് എന്നവെങ്കിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ പുത്രൻ പുത്രി. അതേ നാം മനസ്സിൽ നിർത്തിക്കൊണ്ട് നാം എന്നെ ചെയ്യണം? ഇതുവരെയിലും ദൈവത്തോട് ഒരു ബന്ധമില്ലാതെ നമ്മുടെ ജീവിതം പാഴായിട്ട് പോയിരുന്നാൽ വിഷമിക്ക വേണ്ട. ഈ ദിവസം നമുക്ക് രക്ഷണീയ ദിവസമായിട്ടിരിക്കുന്നത്. ഇതുവേ നമുക്ക് അനുഗ്രഹ വർഷം. ഈ ദിവസമേ നമുക്ക് രക്ഷണീയ ഒരു ദിവസമായിട്ടിരിക്കുന്നതാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ താഴ്ത്തി സമർപ്പിച്ച്, ദൈവമേ, ഇതുവരെയിലും ഞാൻ വേദവചനത്തെ വായിച്ചതല്ല, നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതുമല്ല. എനിക്ക് നിങ്ങളോടൊപ്പം ഒരു ബന്ധം വേണം എന്ന നാം ദൈവത്തോടെയുള്ള ഒരു ബന്ധത്തെ ഉണ്ടാക്കി നാം ദൈവത്തോട് ബന്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശത്രുവായിട്ടുള്ള സാത്താൻ വരാതെ ഇരിക്കും. ആ പിശാച്, നമ്മുടെ ഇനിമയായിട്ടിരിക്കുന്ന ആ സാത്താൻ നമ്മുടെ മനസ്സിലെ വരാതെ ഇരിക്കും. അത് മാത്രമല്ല, സാത്താൻ്റെ അനേക തന്ത്രങ്ങളുണ്ട്. ഈ കാലത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ വചനത്തിലെ നാം നിലനിൽക്കാതെ വണ്ണം ഈ ലോകത്തിൻ്റെ മോഹങ്ങളും, അതുമാത്രമല്ല പാഴായിട്ടുള്ള
അനേക കാര്യങ്ങൾ ഈ ലോകത്തിൽ ഉണ്ട്. പാപം ചെയ്യുന്ന കാര്യങ്ങൾ അനേക വാതിലുകളുണ്ട്. എങ്കിലും നാം നിത്യ സ്വർഗരാജ്യത്തെ പ്രവേശിക്കണമെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളെയും നാം തകർത്തെറിഞ്ഞിട്ട് നാം ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടണം. അതൊക്കെ ഒരേ ഒരു വിഷയം, നിന്റെ ബലം. ഈ വചനത്തിലെ ഏശയാവിൻ്റെ പുസ്തകത്തിലെ നിന്റെ ബലം ധരിച്ചു കൊള്ളുക. നമ്മുടെ ബലം പരിശുദ്ധാത്മ. ഈ വചനം പറയുന്നത് നമ്മുടെ ബലം എന്നവെങ്കിൽ സ്പിരിച്വലായിട്ട് ആത്മീകമായിട്ടുള്ള ബലം, മാംസരികമായിട്ട് ബലമല്ല. നാം നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യരുത്, ആ ബലമല്ല ഈ പറയരുത്. ആത്മീകമായിട്ട് ഉള്ള ഒരു ബലം, പരിശുദ്ധ ആത്മാവിൻ്റെ ബലത്താൽ നാം നിറയപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയുമ്പോൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലിരുന്ന് നമുക്കൊരു വിജയം കിട്ടാം. അതേ നമ്മളെ എന്നെ ചെയ്യും വിശുദ്ധിയ നഗരമായിട്ടുള്ള യെരുശലേമായിട്ട് നമ്മളെ മാറ്റും. നാം ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ പുത്രികൾ എങ്കിലും നാം ദൈവത്തിലെ ബന്ധപ്പെട്ട് ദിവസം തോറും ദൈവത്തോട് ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് നടക്കുന്ന ഒരു പ്രോസസ് വിശുദ്ധിയുള്ള ഒരു ജനമായിട്ട് നാം മാറാം. അതൻ പിറகு അലങ്കാര വസ്ത്രങ്ങൾ നമുക്ക് കിട്ടാം. ദൈവത്തോട് നാം ബന്ധിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ച് മാറും. ആ മാറിയിട്ട് വരുന്ന സമയം നമ്മുടെ സ്വഭാവങ്ങൾ മാറും. അലങ്കാര വസ്ത്രം അത് എന്നെ കുറിക്കുന്നത് ആത്മീകമായിട്ടുള്ള പഴം. ആത്മീകമായിട്ടുള്ള പഴങ്ങൾ, നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലോ നമ്മളുടെ ജീവിതത്തിലോ ശത്രു ഉൾനുഴയാതെ ആ ദുഷ്ടൻ നമ്മളെ വിട്ട് ഓടിപ്പോകാം. ഇതേ നാം തീരുമാനിച്ച് ഈ വചനത്തിൻ്റെ പ്രകാരമായിട്ട് നമ്മളെ ദൈവത്തോട് സമർപ്പിക്കാം. ഈ തിരുവചനം മുഖാന്തരമായിട്ട് ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. ആമേൻ.